കേരളം പിന്നോക്കമാണെന്ന് സമ്മതിച്ചാൽ എന്തെങ്കിലും തരാം എന്നാണല്ലോ പറഞ്ഞത്. കേരളം പിന്നോക്കമല്ല മുന്നോക്കമാണെന്ന് അവർ സൂചിപ്പിക്കാൻ കാരണം കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തിൻ്റെ മികവാണ്. കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ എടുത്തു പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത മികവുണ്ട്. അതിപ്പോൾ ആർക്കും ഇല്ല എന്ന് പറയാൻ പറ്റില്ല, BJPക്കും പറയാൻ പറ്റില്ല. അതിന് കാരണം എന്താ? സംസ്ഥാന സർക്കാർ കൂടുതൽ ഫണ്ട് പൊതുജന ആരോഗ്യ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്താൻ ചെലവഴിക്കുന്നു. ഇന്ത്യയിൽ ഏത് സംസ്ഥാനം എടുത്ത് പരിശോധിച്ചാലും ഒരു സംസ്ഥാന സർക്കാരും ചെയ്യാത്ത നിലയിൽ വലിയ വിഹിതം ഇതിനു വേണ്ടി കേരളത്തിലെ LDF സർക്കാർ മാറ്റിവെക്കുന്നു. അത് മാറ്റിവെക്കുന്നതും LDF സർക്കാരിൻ്റെ മോഡൽ, കേരള മോഡൽ ബദൽ നയം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യ സമ്പ്രദായം ശക്തിപ്പെട്ടത്. ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനമായിട്ട് പോലും കോവിഡ് ഇവിടെ വലിയ നിലയിൽ അപകടമാകാതെ പിടിച്ചു നിർത്താൻ പറ്റിയതിൻ്റെ ഒരു കാരണം പൊതുജന ആരോഗ്യ സമ്പ്രദായമാണ്. മറ്റൊന്ന് കേരളത്തിലെ ജനങ്ങളുടെ കൂട്ടായ്മയാണ്. അതിലൊരു കാരണം പൊതുജന ആരോഗ്യ സമ്പ്രദായമാണ്. അതിൽ നിന്നും കേരളം വിഡ്രോ ചെയ്യണം എന്നാണ് ഇവിടെ മുദ്രാവാക്യം വിളിച്ചവരുടെ നേതാവ് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസ!